സ്വാതന്ത്ര്യ സമര സേനാനി മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക പത്രാധിപരുമായിരുന്ന KP കേശവമേനോന്റെ 139ാമത്തെ ജന്മദിനമാണ് ഇന്ന്. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഏടുകളിലൂടെ പരതുമ്പോൾ ഈ മലയാളിയുടെ പേര് ഉയർന്നു തന്നെ കേൾക്കുന്നു. അധികാരാസക്തി അദ്ദേഹത്തിന് തീരെ ഇല്ലായിരുന്നു. ഉയർന്ന പദവികളിൽ KP കേശവമേനോൻ കടിച്ചു തൂങ്ങിക്കിടന്നില്ല. തൻ്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രവുമല്ല, തൻ്റെ ആദർശം ബലികഴിക്കേണ്ടി വരും എന്ന് സംശയം തോന്നിയപ്പോഴൊക്കെ വലിയ പദവികൾ പോലും വലിച്ചെറിയാൻ അദ്ദേഹം മടി കാണിച്ചില്ല. നിലപാടുകളായിരുന്നു KP കേശവമേനോൻ എന്നും വലിയ കാര്യം. സിംഗപ്പൂരിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ ആക്ഷൻ കമ്മിറ്റി അംഗമായിരുന്നു KP കേശവമേനോൻ. എന്നാൽ ജപ്പാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ ചൂഷണം ചെയ്യുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു. ആ സമയത്ത് അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. സംഭവം കുഴപ്പമാവും, പുട്ടകത്തായി പോവും. പക്ഷേ കേശവമേനോൻ നിലപാട് മാറ്റാൻ തയ്യാറായില്ല. തുടർന്ന് ജപ്പാൻ കേശവമേനോനെ 1.5 കൊല്ലത്തോളമാണ് ജയിലിലടച്ചത്. സ്വാതന്ത്ര്യാനന്തരം കേശവമേനോനെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു പ്രത്യേക താല്പര്യമെടുത്ത് സിലോണിലെ ഹൈക്കമ്മീഷണറാക്കി, ഇന്നത്തെ ശ്രീലങ്ക. എന്നാൽ ഇന്ത്യയുടെ സിലോൺ നയത്തോടുള്ള വിയോജിപ്പ് മൂലം മേനോൻ ആ പദവിയും വലിച്ചെറിഞ്ഞു. തീർന്നില്ല. ഐക്യ കേരളത്തിൻ്റെ സൃഷ്ടിക്കായുള്ള സമിതിയിൽ സജീവമായി നിലകൊണ്ടെങ്കിലും അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കേശവമേനോൻ ഒരിക്കലും താല്പര്യം കാണിച്ചില്ല. രാഷ്ട്രീയം മേനോന് അധികാരത്തിലേക്ക് കടക്കാനുള്ള ഒരു കുറുക്കുവഴിയായിരുന്നില്ല. സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള മാർഗം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുസേവനം. സേവനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നവരാണ് ലോകത്തെ എപ്പോഴും പ്രകാശപൂരിതമാക്കുന്നത്. അധികാര രാഷ്ട്രീയത്തിൻ്റെ കെണിയിൽ വീഴാതിരിക്കാൻ പൊതുപ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് കേശവമേനോൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. KP കേശവമേനോൻ റിയലി എ റോൾ മോഡലാണ്. യെസ്, ഹീസ് എ മോഡൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.